നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ സജിത് നമ്പ്യാർ. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. 10ാം ക്ലാസ്സിൽ തോറ്റാൽ നിങ്ങളുടെ ജീവിതം തോറ്റോ? ഒരു പക്ഷേ ഈ ചോദ്യം കേൾക്കുമ്പോൾ നമ്മളിൽ ചിലർക്ക് സ്വന്തം ജീവിതത്തിലെ ഒരു പരാജയം ഓർമ്മ വന്നേക്കാം. ഒരു പക്ഷേ ഒരു ഇന്റർവ്യൂ, ഒരു ബിസിനസ്, ഒരു സ്വപ്നം. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മനുഷ്യൻ 10ാം ക്ലാസ്സിൽ തോറ്റ ആളാണ്. വലിയ വിദ്യാഭ്യാസമില്ല, വലിയ പണമില്ല, വലിയ പിന്തുണയുമില്ല. എന്നിട്ടും അയാൾ മണ്ണുകൊണ്ട് ഒരു ഫ്രിഡ്ജ് ഉണ്ടാക്കി. അതെ, വൈദ്യുതി പോലും ആവശ്യമില്ലാത്ത ഒരു ഫ്രിഡ്ജ്. എങ്ങനെയാണ് അത് സാധിച്ചത്? ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ട ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ഇന്നോവേറ്ററായി മാറിയത്? ഇതാണ് മൻസൂഖ് ഭായ് പ്രജാപതിയുടെ കഥ. റിയൽ സ്റ്റോറി, റിയൽ സക്സസ്, റിയൽ ഇൻസ്പിറേഷൻ. ഗുജറാത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് മൻസൂഖ് ഭായ് വരുന്നത്. അവരുടെ കുടുംബത്തിന്റെ ജീവിതവുമായി വളരെ അടുത്തു നിന്നിരുന്നത് മണ്ണായിരുന്നു. കുശവപ്പണി, മൺപാത്രങ്ങൾ, അതാണ് അവരുടെ ജീവിതം. പക്ഷെ ജീവിതം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പോകണമെന്നില്ല. മൻസൂഖ് ഭായിയുടെ പഠനവും അങ്ങനെ തന്നെയായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷയിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പലർക്കും അവിടെ കഥ അവസാനിച്ചേനെ. പഠിക്കാൻ കഴിഞ്ഞില്ല, ഇനി എന്തു ചെയ്യും, നല്ലൊരു ജോലി പോലും കിട്ടില്ല എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ മൻസൂഖ് ഭായ് അവിടെ നിന്ന് ജീവിതം വീണ്ടും തുടങ്ങുകയായിരുന്നു. ചെറിയ ജോലി, വലിയ സ്വപ്നം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം പല ജോലികളും ചെയ്തു. ഒരു ഘട്ടത്തിൽ ചായക്കടയിൽ ജോലി ചെയ്തു. ചെറിയ വരുമാനം, സാധാരണ ജീവിതം. പക്ഷേ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ അദ്ദേഹം വീണ്ടും തൻ്റെ കുടുംബത്തിൻ്റെ പഴയ തൊഴിൽ മണ്ണിലേക്ക് തിരിച്ചു വന്നു. മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹം അവിടെ നിർത്തിയില്ല. മണ്ണുകൊണ്ട് പുതിയ എന്തൊക്കെ ഉണ്ടാക്കാം, എങ്ങനെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, എങ്ങനെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒന്നാക്കി മാറ്റാം, അദ്ദേഹം പരീക്ഷിക്കാൻ തുടങ്ങി. പരാജയങ്ങൾ. പുതിയ ആശയങ്ങൾ പരീക്ഷിക്കുമ്പോൾ എല്ലാം വിജയിച്ചില്ല. ചില മൺപാത്രങ്ങൾ പൊട്ടിപ്പോയി, ചില പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, സമയം നഷ്ടപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഓരോ പരാജയത്തെയും ഒരു ചോദ്യമാക്കി മാറ്റി. ഇത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു? പിന്നെ വീണ്ടും ശ്രമിച്ചു, വീണ്ടും പരീക്ഷിച്ചു, വീണ്ടും പഠിച്ചു. പിന്നീട് 2001 ഗുജറാത്തിനെ നടുക്കിയ ഭൂകമ്പം. നിരവധി വീടുകൾ തകർന്നു, ആളുകളുടെ ജീവിതം തകർന്നു. അതൊരു ദുരന്തമായിരുന്നു. പക്ഷെ ആ ദുരന്തത്തിന്റെ നടുവിൽ മൻസൂഖ് ഭായ് ഒരു കാര്യം ശ്രദ്ധിച്ചു. മൺപാത്രങ്ങൾ തകർന്നു കിടക്കുന്നു. പക്ഷെ അതിനൊപ്പം ഒരു വലിയ പ്രശ്നവും അദ്ദേഹം കണ്ടു. വൈദ്യുതി ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷണം എങ്ങനെ സൂക്ഷിക്കും? അവിടെ നിന്നാണ് ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ ജനിച്ചത്. വൈദ്യുതി ഇല്ലാതെയും ഭക്ഷണം തണുപ്പിച്ച് സൂക്ഷിക്കാൻ കഴിയുമോ? ആ ചോദ്യം പിന്നീട് ഒരു വലിയ ആശയമായി മാറി. ഒരു മൺ ഫ്രിഡ്ജിന്റെ സ്വപ്നം. മണ്ണ്, വെള്ളം, പ്രകൃതിയുടെ കൂളിംഗ് പ്രിൻസിപ്പൾ, ഇവയെല്ലാം ഉപയോഗിച്ച് അദ്ദേഹം പരീക്ഷണം തുടങ്ങി. ഒരു പ്രോട്ടോടൈപ്പ്, പിന്നെ മറ്റൊന്ന്, വീണ്ടും മാറ്റങ്ങൾ, വീണ്ടും പരീക്ഷണം, വീണ്ടും പരാജയം. പക്ഷേ ഇത് നടക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ചോദിച്ചത്, ഇത് എങ്ങനെ നടക്കും? ഇതാണ് ഒരു വിജയിയുടെ മനോഭാവം. ഒടുവിൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ സ്വപ്നം രൂപം നേടി. മണ്ണുകൊണ്ടുള്ള ഒരു റെഫ്രിജറേറ്റർ. വൈദ്യുതി ആവശ്യമില്ല. മണ്ണിന്റെ സ്വാഭാവിക ഗുണവും വെള്ളത്തിന്റെ ബാഷ്പീകരണവും ഉപയോഗിച്ച് അകത്തെ താപനില കുറയ്ക്കുന്ന രീതിയിലുള്ള സംവിധാനം. അദ്ദേഹം അതിന് ഒരു പേര് നൽകി, മിട്ടികൂൾ. മണ്ണിൽ നിന്ന് ഒരു ഫ്രിഡ്ജ്. ഒരു ചെറിയ ആശയം, വലിയ യാത്ര. ഒരിക്കൽ 10ാം ക്ലാസ്സിൽ തോറ്റ ഒരു മനുഷ്യനായി കണ്ടിരുന്ന ആളുകൾ പിന്നീട് അദ്ദേഹത്തെ മറ്റൊരു പേരിലാണ് കാണാൻ തുടങ്ങിയത്. ഇന്നോവേറ്റർ, എന്റർപ്രണർ, ഇൻവെന്റർ. മൻസൂഖ് ഭായ് പിന്നീട് മണ്ണുകൊണ്ട് റെഫ്രിജറേറ്റർ മാത്രമല്ല, വെള്ളം ശുദ്ധീകരിക്കുന്ന ഉപകരണങ്ങൾ,
കുക്കർ, മറ്റ് നിരവധി ഈക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് എന്നിവയും വികസിപ്പിച്ചു. ഒരു സാധാരണ കുശവന്റെ കൈകളിൽ നിന്ന് ഇന്നോവേഷൻ ജനിച്ചു. ഈ കഥ നമ്മളോട് പറയുന്നത് എന്താണ് സുഹൃത്തുക്കളെ? ഈ കഥയുടെ ഏറ്റവും വലിയ പാഠം 10ാം ക്ലാസ്സിൽ തോറ്റിട്ടും വിജയിച്ചു എന്നതല്ല, അതിലും വലിയൊരു കാര്യമുണ്ട്. അദ്ദേഹം തൻ്റെ പരാജയത്തെ തൻ്റെ ഐഡന്റിറ്റി ആക്കിയില്ല. ഒരു പരീക്ഷയിൽ തോറ്റു, പക്ഷേ ജീവിതത്തോട് തോറ്റില്ല. പണം കുറവായിരുന്നു, പക്ഷെ ആശയമുണ്ടായിരുന്നു. വലിയ വിദ്യാഭ്യാസമില്ലായിരുന്നു, പക്ഷെ പഠിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. വലിയ അവസരം ലഭിച്ചില്ല, പക്ഷെ അദ്ദേഹം തന്നെ ഒരു അവസരം സൃഷ്ടിച്ചു. ഇന്നത്തെ ചലഞ്ച് സുഹൃത്തുക്കളെ, ഇന്ന് ഒരു പേപ്പർ എടുക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടെന്ന് കരുതുന്ന ഒരു കാര്യം എഴുതൂ. അതിൻ്റെ താഴെ ഒരു ചോദ്യം എഴുതൂ. ഈ പരാജയത്തിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാം? പിന്നെ ആ കാര്യത്തിൽ ഒരു ചെറിയ ആക്ഷൻ ഇന്ന് തന്നെ എടുക്കൂ. വലിയ മാറ്റം വേണ്ട, ഒരു ചെറിയ ചുവട് മതി. കാരണം ഒരു വലിയ യാത്രയും ഒരു ചെറിയ ചുവടിൽ നിന്നാണ് തുടങ്ങുന്നത്. സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി ഓർക്കുക, 10ാം ക്ലാസ്സിൽ തോറ്റത് അദ്ദേഹത്തിന്റെ അവസാനമല്ലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചെറിയ അധ്യായം മാത്രമായിരുന്നു. പിന്നീട് അദ്ദേഹം തൻ്റെ കൈകളിലെ മണ്ണുകൊണ്ട് ഒരു പുതിയ ഭാവി നിർമ്മിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരും നിങ്ങളെ വില കുറച്ച് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് നിനക്ക് കഴിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട് നിർത്തരുത്. ഒരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കാം. അതുകൊണ്ട് വീഴൂ, പഠിക്കൂ, എഴുന്നേൽക്കൂ, വീണ്ടും ശ്രമിക്കൂ. കാരണം പരാജയം നിങ്ങളുടെ അവസാനമല്ല. നിങ്ങൾ അതിൽ നിന്ന് എന്ത് നിർമ്മിക്കുന്നു എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ കഥ. റിയൽ സ്റ്റോറീസ്, റിയൽ സക്സസ്, റിയൽ ഇൻസ്പിറേഷൻ. ഇതാണ് സ്പീക്ക് ടു ഇൻസ്പയർ വോളിയം 4. ഞാൻ സജിത് നമ്പ്യാർ. നിങ്ങളുടെ ജീവിതത്തിലും ഒരു ദിവസം മറ്റൊരാൾക്ക് പ്രചോദനമാകുന്ന ഒരു കഥയുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.